ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنساب رجس من عمل الشيطان فاجتنبوه لعلكم تفلحون അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം ഒരുപാട് നന്മകൾക്ക് ലോക പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് കേവലം ഈ സംസ്ഥാനത്തിൻ്റെ പ്രകൃതി ഭംഗിയിൽ മാത്രം കണ്ടുകൊണ്ട് പറയുന്നതല്ല. നമ്മുടെ ആരോഗ്യരംഗം എന്ന് പറയുന്നത് ലോക നിലവാരത്തിന് കിടപിടിക്കുന്നതാണ്. സാക്ഷരതയിൽ നമ്മൾ നൂറുമേനി വിളയിച്ച ആളുകളാണ്. ഏതു പ്രതിസന്ധിയിലും, ഒരു പ്രളയവും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായപ്പോൾ സഹായിക്കേണ്ട പകരം സഹായിക്കാതിരുന്നിട്ട് കൂടിയും നമ്മൾ കൈകോർത്ത് പിടിച്ചതിനെ അതിജയിച്ചവരാണ്. രാജ്യം ഒന്നടങ്കം വർഗീയതയ്ക്ക് അടിപ്പെടുമ്പോഴും അത്തരം വർഗീയതയെ വളർത്താൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മണ്ണ് പാകപ്പെട്ടിട്ടില്ല എന്നതും നമുക്ക് അഭിമാനിക്കാവുന്ന വകയാണ്. എന്നാൽ ഈ നന്മകളെയൊക്കെയും നിഷ്പ്രഭമാക്കുന്ന തിന്മകൾ നമുക്കിടയിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ പോയ 2 ആഴ്ചകളിലെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. തനിക്ക് ജന്മം നൽകിയ മാതാവിന് സ്വന്തം മകൻ വെട്ടിക്കൊലപ്പെടുത്തുകയാണ്, നിഷ്കരുണം. അതേപോലെ തന്നെ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി പരിശീലിച്ചു കൊണ്ടിരിക്കുന്ന ജൂനിയർ ഡോക്ടർമാരുടെ പക്കൽ നിന്ന് വില കൂടിയ മയക്കുമരുന്നുകൾ പിടിക്കപ്പെടുകയാണ്. അവരതിൻ്റെ ഉപയോക്താക്കളായി ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഗുരുനാഥനെതിരെ വെല്ലുവിളി നടത്തുന്ന വിദ്യാർത്ഥിയുടെ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ ചിത്രം കാണിച്ചതിലുള്ള അപാകതകളെ പറ്റിയാണ് പ്രബുദ്ധ കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സ്വന്തം അയൽവാസികളായ 3 ആളുകളെ നിഷ്കരുണം അടിച്ചു കൊലപ്പെടുത്തുന്ന അത്യന്തം ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ ഈ പ്രബുദ്ധ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. പറഞ്ഞു വരുന്നത്, ഒരു സമൂഹത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ എല്ലാവിധത്തിലുള്ള നാശത്തിനുമുള്ള ലക്ഷണങ്ങൾ അത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരവസ്ഥയിൽ
നമ്മിലുണ്ടാകുന്ന മാറ്റം. ഒരു 25 കൊല്ലം മുമ്പ് നമ്മുടെ പള്ളി മെമ്പറുകളിൽ ഇത്തരത്തിലുള്ള മദ്യത്തെയോ ലഹരിയോ സംബന്ധിച്ചുള്ള ഒരു കുത്തുവയ്ക്കും ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല. കാരണം ഈ സമൂഹം അതിൽ നിന്നൊക്കെ വളരെ ബഹുദൂരം വേറിട്ട് നിന്നിരുന്നു. എന്നാൽ ഇന്ന് നമ്മളത് ചർച്ച ചെയ്യുന്നതിൻ്റെ സൂചന തന്നെയും ഈ വലിയ തിന്മകൾ നമുക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൗരവമായിട്ടുള്ളൊരു ചിന്തയും ഒരാലോചനയും നമ്മുടെ പക്കൽ ഉണ്ടാകേണ്ടതുണ്ട്. ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറ മാഇദയിലെ 90-ാമത്തെ സൂക്തമാണ്. ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് റിജ്സും മിൻ അമലി ശൈത്താൻ. ഇന്നമൽ ഖംറു, തീർച്ചയായും മദ്യമെന്ന് പറയുന്നത്, വൽ മൈസിർ, എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ കഴിയുന്ന ചൂതാട്ടമെന്ന് പറയുന്നത്, വൽ അൻസാബ്, പ്രതിഷ്ഠകളുടെ മുന്നിൽ വച്ചിരിക്കുന്ന അമ്പുകൾ, പ്രശ്നക്കോലുകൾ എന്ന് പറയുന്നത്, മിൻ അമലി ശൈത്താൻ, അതൊക്കെയും റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിൻ്റെ മ്ലേച്ഛ വൃത്തികളിൽപ്പെട്ടതാണ് അതൊക്കെ. ഫജ്തനിബൂഹു, അതുകൊണ്ട് നിങ്ങളതെല്ലാം ഉപേക്ഷിക്കേണ്ടതുണ്ട്, വെടിയേണ്ടതുണ്ട്, വിദൂരതയിലാകേണ്ടതുണ്ട്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയികളായേക്കാം. ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം കടന്നു വരുന്ന വഴിയടയാളങ്ങൾ നമ്മൾ കൃത്യമായി ഓർത്തു വയ്ക്കേണ്ടതുണ്ട്. മദ്യത്തിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഇസ്ലാം കടന്നു വരുന്നത്. ഇസ്ലാം കടന്നു വരുമ്പോഴുണ്ടാകുന്ന അവരുടെ അവസ്ഥയെ സംബന്ധിച്ച് ഒരു കവി പാടുകയുണ്ടായി. തൻ്റെ മക്കൾക്ക് പിതാവ് നൽകുന്ന ഉപദേശമാണ്. മരണത്തിന് ശേഷം എന്ത് ചെയ്യണമെന്ന് കണക്ക് നൽകുന്ന വസിയത്തിൻ്റെ ഈരടികളാണത്. ഇദാ മുത്തു ഫദ്ഫിന്നി ഇലാ ജൻബിൽ കറമത്തി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു മുന്തിരിയുടെ വള്ളിച്ചോട്ടിലാണ് എന്നെ നീ നടേണ്ടത്. തറവ്വി ഇളാമി ബഅദ മൗത്തി ഉറൂഖുഹ, മരണശേഷവും എൻ്റെ എല്ലുകൾക്ക് ആ ലഹരി അതിലൂടെ നുണയാൻ സാധിക്കുമല്ലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വലാ തദ്ഫിന്നി ബിൽ ഫലാത്തി ഫഇന്നനി, ആരപോലുമില്ലാത്ത, പലവും ഇഷ്ടമല്ലാത്ത വെറും തുറസായൊരു സ്ഥലത്ത് കൊണ്ടുപോയി എന്നെ നീ മറവ് ചെയ്യരുത്. അഖാഫു ഇദാ മാ മുത്തു അല്ലാ അദൂഖുഹ, മരണശേഷവും എനിക്ക് ലഹരി നുണയാൻ കഴിയാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. മരിച്ചു പോണ മനുഷ്യൻ്റെ മനസ്സിൽ പോലും ലഹരിയോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹത്തെ ഇതിനേക്കാൾ ഭംഗിയായി വിവരിക്കാൻ മറ്റൊരു വചനമില്ല. ആ ഒരു സമൂഹത്തിലേക്കാണ് ഇസ്ലാം കടന്നു വരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തെ പടിപടിയായി പരിവർത്തിപ്പിക്കുകയുണ്ടായി. ആ പരിവർത്തനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു വചനമാണ് ആമുഖമായി ഞാൻ ശ്രദ്ധയിൽ കേൾപ്പിച്ചത്. 3 കാര്യങ്ങളാണ് അതിലൂടെ പറയുന്നത്. അവിടെ മദ്യത്തെയും ചുതാട്ടത്തെയും ബഹുദൈവ വിശ്വാസത്തോടും അതിൻ്റെ പ്രതിഷ്ഠകളോടും വിഗ്രഹങ്ങളോടുമൊക്കെയും ചേർത്തു പറഞ്ഞിരിക്കുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് എന്ന് പറഞ്ഞത് ചേർത്ത് പറയാവുന്ന അത്ഫ് ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആ രീതിയിൽ ഒന്നായി തന്നെ പറഞ്ഞതെല്ലാം വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് തന്നെയാണ് ആ ആയത്തിൻ്റെ അവതരണ രീതിയെ സംബന്ധിച്ച് പറയുന്നത്. 2-ാമത് ആയത്തിൽ പറഞ്ഞു മദ്യത്തെ സംബന്ധിച്ച്, അതേപോലെ ചൂതാട്ടത്തെ സംബന്ധിച്ച് റിജ്സും മിൻ അമലി ശൈത്താൻ, ഇത് പിശാചിൻ്റെ മ്ലേച്ഛ വൃത്തികളിൽപ്പെട്ടതാണ്. മാന്യമായി ജീവിക്കുന്നവർക്ക് കൊണ്ടു നടക്കാൻ പറ്റിയതല്ല, പൈശാചികമാണത്, മ്ലേച്ഛതയാണ് എന്ന് പറഞ്ഞു. 3-ാമത് വചനം അവസാനിപ്പിക്കുന്നത് ഫജ്തനിബൂ, അതുകൊണ്ട് നിങ്ങൾ അതിനെ വെടിയേണ്ടതുണ്ട്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിലാണ് നിങ്ങൾ വിജയിക്കുക. വിജയത്തിൻ്റെ മൗലികമായിട്ടുള്ളൊരു ഭാഗമായി ഇത്തരം മ്ലേച്ഛവൃത്തികളിൽ നിങ്ങൾ ഒഴിവാകണമെന്ന് പറഞ്ഞു. വളരെ കൃത്യമായി തന്നെ
ഇസ്ലാം അതിൻ്റെ അനുയായികളെ കൃത്യമായി പഠിപ്പിച്ചു. മദ്യവും ലഹരി വസ്തുക്കളും നമുക്കിടയിലുണ്ടാക്കുന്ന ദൂഷ്യങ്ങളെ സംബന്ധിച്ച് തീർച്ചയായും നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. താൻ ജന്മം നൽകിയ മകനെ സംബന്ധിച്ച്, മകളെ സംബന്ധിച്ചൊക്കെ മാതാപിതാക്കളായ ഇനിയും ഞാനും നിങ്ങളുമൊക്കെ എത്രമേൽ ആഗ്രഹമുള്ളവരാണ്, വലിയ പ്രതീക്ഷയുള്ളവരാണ്. കൈയാണോ കാലാണോ വളരുക എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വച്ച് എത്രയോ മനുഷ്യരാണ് അങ്ങനെ മക്കളുടെ ഭാവിക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ ത്യജിക്കുന്നത്. അങ്ങനെ വളർന്നു വരുന്ന മകനാണ് തൻ്റെ ഘാതകനായി തീരുക എന്ന് ഏതൊരു മാതാവിനാണ് തൻ്റെ മനസ്സിൽ കാണാൻ സാധിക്കുന്നത്? അത്തരത്തിലുള്ള സംഭവങ്ങളിലേക്കാണ് പോകുന്നത്. ക്യാൻസറിൻ്റെ ചികിത്സയുടെ ഭാഗമായി കീമോ കഴിഞ്ഞിരിക്കുന്ന ഒരു സഹോദരിയാണ് അത്തരമൊരു ദാരുണമായ വധത്തിന് വിധേയമാകുന്നത്. അതൊന്നുമല്ല അമ്പരപ്പിക്കുന്നത്, അതിനുശേഷം ഘാതകൻ പറയുന്ന വാക്കുണ്ട്, എനിക്ക് ജന്മം നൽകിയതിൻ്റെ ശിക്ഷയാണിതെന്ന്. എവിടത്തോളം എത്തിയെന്ന് ചോദിച്ചാൽ അത്രമേൽ കൊള്ളരുതായ്മകളിലേക്ക് നയിക്കാൻ പറ്റുന്ന വിധം ശത്രുതയും വിദ്വേഷവും ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പോലും ഉണ്ടാക്കുന്ന വിധം മദ്യവും മയക്കുമരുന്നും നമുക്കിടയിൽ വ്യാപരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണതെല്ലാം. ഖുർആൻ നേരത്തെ ഓതി വച്ച വചനത്തിന് തൊട്ട് താഴെയുള്ള 91-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നമാ യുരീദു ശൈത്താൻ, പിശാച് ഉദ്ദേശിക്കുന്നത് അൻ യുഖിഅ ബൈനക്കും അൽ അദാവത്തു വൽ ബഗ്ളാ, നിങ്ങൾക്കിടയിൽ ശത്രുതയും പകയും ഉണ്ടാക്കാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്, പിശാച് ഉദ്ദേശിക്കുന്നത്. മദ്യത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും പിശാച് നിങ്ങൾക്കിടയിൽ ശത്രുതയും പകയും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. വയസ്സുദ്ദക്കും അനിന്ദിക്കരില്ല, പടച്ചവനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാനും അനിസ്വലാം, നമസ്കാരത്തിൽ നിന്ന് തടയാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഇനിയും ഒഴിവാക്കാൻ വിരമിക്കാൻ തയ്യാറില്ലേ എന്നാണ് ആ വചനത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നത്. ഇത്രയും ദുരന്തപൂർണമായിട്ടുള്ള കാഴ്ചകൾക്ക്, ഇത്രയും ദുരന്തപൂർണമായിട്ടുള്ള സന്ദർഭങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകുമ്പോൾ അതിൽ നിന്ന് ഓർവരിയാൻ ഇനിയും സമയമായിട്ടില്ല എന്നതാണ്. ഈ വചനം അവതരിക്കുന്നത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഫഹൽ അൻതും മുൻതഹൂൻ എന്നുള്ള ചോദ്യത്തിന് അവിടെയുള്ള വലിയ കച്ചവടക്കാരായിട്ടുള്ള മദ്യവ്യാപാരികൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അബ്കാരികൾ, തങ്ങൾ നിറച്ചു വച്ചിട്ടുള്ള എല്ലാ കോപ്പകളും തച്ചുടച്ച് കളഞ്ഞുകൊണ്ട് ഇൻതഹൈനായ റസൂലല്ലാഹ്, ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്ന പ്രവാചകരെ എന്ന് പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ പരിവർത്തനം എവിടെ നിന്നാണ് ഉണ്ടാകേണ്ടത്? നമ്മളാരും മദ്യപിക്കുന്നവരാണ് എന്ന മുൻവിധിയോടുകൂടിയല്ല നമ്മളിത് പറയുന്നത്. പക്ഷേ സാംക്രമിക രോഗം കണക്കെ നമുക്കിടയിൽ ഇതിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പൈശാചിക വൃത്തികൾ നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നിരത്തുകൾ, റോഡുകൾ യുദ്ധക്കളങ്ങളാകുന്നതിൻ്റെ 90% കാരണഭൂതർ മദ്യത്തിൻ്റെയും ലഹരി മരുന്നുകളുടെയും ഉപയോക്താക്കളാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതേപോലെ പ്രബുദ്ധമായൊരു സമൂഹത്തിലെ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കുടുംബിനികളായ ആളുകളുടെ അവസ്ഥകൾ, അവിടെ വളരുന്ന കുട്ടികളുടെ അവസ്ഥകളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മദ്യപനായ ഒരാളുള്ള ഒരു വീട്ടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ചില ആളുകൾ, ചില മക്കൾ പറയുക, പേടിച്ചാണ് ഞങ്ങൾ കഴിയുന്നത്. ഒരു ഭീതിജനകമായ അവസ്ഥയിൽ വളരുന്ന കുട്ടികൾക്ക് തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാനോ തങ്ങളുടെ പഠന മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ സാധിക്കുകയില്ല എന്നതാണ്. പഴയകാല സർവേയിൽ പറയുന്നത് 13 വയസ്സുള്ള കാലം മുതൽ കുട്ടികൾ നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിൽ മദ്യവും ലഹരി മരുന്നും ഉപയോഗിക്കുന്നുവെന്നാണ്. എങ്കിൽ പുതിയ കാലഘട്ടത്തിൽ പറയുന്നത് നമ്മുടെ പ്രൈമറി ക്ലാസ്സുകൾ കഴിഞ്ഞാൽ ആ പ്രായത്തിൽ തന്നെ കുട്ടികൾ ഇതൊക്കെ രുചിച്ചു നോക്കുന്നു എന്നുള്ളതാണ്. അവരൊറ്റപ്പെടുന്ന സാഹചര്യങ്ങളിൽ 2-3 ദിവസങ്ങളിലൊക്കെയും കൂട്ടുകാർ മാത്രമാകുന്ന അത്തരം വിനോദയാത്രകളിൽ, ആ രംഗങ്ങളിലൊക്കെയും ഇതിൻ്റെയൊക്കെയും ഉപയോക്താക്കളായി
അവർ മാറുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ കലയും പാട്ടും നമ്മുടെ കഥകളുമൊക്കെയും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെയും തീമുകൾ ഇത്തരം വിഷയങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ വലിയ ബഹുമാനത്തോടു കൂടി കണ്ടിരിക്കുന്ന പല വ്യക്തികളും ഇതിൻ്റെ പ്രചാരകരാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ മക്കൾ നെഞ്ചേറ്റുന്നത് അത്തരം അലവലാദികളെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു അവസ്ഥയിലേക്ക് പ്രബുദ്ധരെന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തെ പോലും കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അവിടെ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള സമ്പൂർണമായിട്ടുള്ള ബോധവൽക്കരണമാണ്. നമ്മൾ തിരിച്ചറിയുന്നു, നമ്മുടെ തിരിച്ചറിവ് നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാനും അത്തരം വേണ്ടാധീനങ്ങളിൽ നമ്മുടെ മക്കളെ മോചിപ്പിച്ചെടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴിയായി സമൂഹത്തിലേക്ക് ഈ ബോധവൽക്കരണം വ്യാപകമായി നടക്കേണ്ടതുണ്ട്. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, എല്ലാ വേണ്ടാധീനങ്ങളുടെയും മാതാവാണ് മദ്യമെന്ന് പറയുന്നത്. വ അക്ബറുൽ കബായിർ, അതേപോലെ തന്നെ വൻപാപങ്ങളിൽ ഏറ്റവും വൻപാപമാണത്. മൻ ശരിബഹ, ആരാണോ മദ്യസേവ നടത്തുന്നത്, വഖഅല ഉമ്മിഹി വഖാലത്തിഹി വഅമ്മത്തി, അവനവൻ്റെ ഉമ്മയെയോ മാതൃപിതൃ സഹോദരിമാരെയോ പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യൻ ബോധം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യിക്കാൻ അവനൊരല്പസമയം അല്ലെങ്കിൽ ഒരല്പം മദ്യമോ ലഹരി വസ്തുക്കളോ നൽകിയാൽ മതി എന്നതാണ്. പഴയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാൾ മദ്യസേവ നടത്തിയാൽ എട്ടയലത്തേക്ക് നമുക്ക് അടക്കാൻ പറ്റില്ല. അതിൻ്റെ ദുർഗന്ധം മറ്റുള്ളവർക്കെല്ലാവർക്കും മനസ്സിലാകുമെന്നുള്ളതാണ്. എന്നാൽ ഒരാൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നാവിലൊട്ടിക്കുന്ന സ്റ്റാമ്പ് പോലെ, അതല്ലെങ്കിൽ പഠനത്തിന് ഉപയോഗിക്കുന്ന മറ്റു ഉപകരണങ്ങൾ പോലെ ബോക്സിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന അത്രയും സുഖകരമായ അവസ്ഥയിൽ സൗകര്യപ്രദമായി ഒരാൾക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിൽ ഈ വസ്തുക്കളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. MDMA എന്ന് പറയുന്ന മയക്കുമരുന്ന് എന്ന് പറയുന്നത് യാതൊരു ഗന്ധമോ ഒരു മാറ്റമോ ഒരാൾക്കും അറിയാൻ കഴിയുകയില്ല എന്നതാണ്. ഇത് ഉപയോഗിക്കുന്ന ആൾ എല്ലാവരിലും ഏറ്റവും നല്ല ഊർജ്ജസ്വലനായി കാണപ്പെടുന്നു എന്നതാണ്. ഉറക്കമില്ലാത്തവൻ, ഏത് കാര്യത്തിനും വേണ്ടപ്പെട്ടവനായി എവിടെയും ഓടിച്ചാടിയൊക്കെ വരാൻ കഴിയുന്ന കുട്ടികളെ ആരാണ് ഇഷ്ടപ്പെടാതെ പോവുക? എന്നാൽ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് ഇത്രയും കൊടിയൊരു മയക്കുമരുന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിന് ശേഷം പിന്നീട് രക്ഷപ്പെടുത്താൻ പറ്റാത്ത അത്രയും വലിയ കെണികളിലേക്ക് കുട്ടികൾ വീണുപോകുന്നു എന്നുള്ളതാണ്. ആ ഒരു തിരിച്ചറിവ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ദുരന്തങ്ങളുടെ ഏറ്റവും കൃത്യമായൊരു പ്രേരണ അല്ലെങ്കിൽ അതേപ്പറ്റിയുള്ളൊരു ബോധവൽക്കരണം പ്രവാചകൻ തന്നെ നടത്തിയിട്ടുണ്ട്. അൻ അബീ ദർദാ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ദർദാ റളിയല്ലാഹു ഉദ്ധരിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞു, ഔസാനി ഖലീലി, എൻ്റെ ആത്മമിത്രമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഉപദേശിക്കുകയുണ്ടായി, ലാ തശ്റബുൽ ഹംറ, നീ മദ്യപിക്കരുത്, ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യം എന്ന് പറയുന്നത്, ലഹരി എന്ന് പറയുന്നത്. എല്ലാ തിന്മകൾക്കും ഒരു തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാത്തവന്, സ്വന്തമായി ഒരു കാര്യവും ചെയ്യാൻ പ്രേരണയില്ലാത്തവന് എന്തിനും പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മദ്യം അവനെ പരിവർത്തിപ്പിക്കുന്നുമെന്നുള്ളതാണ്. ലഹരി വസ്തുക്കൾ അതിനെ മാറ്റിയെടുക്കുമെന്നുള്ളതാണ്. പഴയ കാലഘട്ടങ്ങളിൽ കുട്ടികൾ വായനയിലും അതേപോലെ മറ്റ് കലാസ്വാദനങ്ങളിലും കലാപ്രകടനങ്ങളിലുമൊക്കെയായിരുന്നു ലഹരിയായി കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു തിരിച്ചുപോക്ക് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. എവിടെയാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതെന്ന രീതിയിൽ നമ്മുടെ മക്കളുടെ അഭിരുചികൾ മനസ്സിലാക്കി അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമ്മളിലുള്ള അനുകരണശീലം. വലിയ ആളുകൾ, സമൂഹം ആദരിക്കുന്നവർ
എന്തു ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ അള്ളാഹും റസൂലും അല്ല നമുക്ക് മാതൃകയാക്കി വരുന്നത്, അല്ലെങ്കിൽ അവരല്ല നമ്മളെ നയിക്കുന്നത്. പകരം നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്ന ഇത്തരം സമ്പന്നരെയും സെലിബ്രിറ്റികളെയുമാണ് നമ്മൾ നമ്മുടെ മാതൃകാ പുരുഷന്മാരായി, റോൾ മോഡലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന കൂട്ടുകാരാണ് പലപ്പോഴും പല വിധത്തിലും ഈ ഒരു വലിയ ശൃംഖലയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത്. അള്ളാഹുവിൻ്റെ കുത്താബിലൂടെ പ്രവാചകൻ അള്ളാഹു നമ്മെ ബോധവൽക്കരിക്കുന്നുണ്ട്. 43-ാമത്തെ അധ്യായം സൂറ സുഹറഫിലെ 67-ാമത്തെ വചനം, അൽ അഖില്ലാഹു യൗമൈദിൻ, അന്നേ ദിവസം കൂട്ടുകാരായിത്തീരും, ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ, പരസ്പരം ശത്രുക്കളായിത്തീരുന്ന ഒരവസ്ഥ വരാനിരിക്കുന്നു. ഇല്ലൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിച്ചവരൊഴികെ. ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറ ഫുർഖാനിലെ 27-28 വചനങ്ങൾ, അവിടെ അക്രമിയായ മനുഷ്യനെ പ്രത്യേകമായി പരാമർശിക്കുന്നു. അക്രമിയായ മനുഷ്യൻ തൻ്റെ കൈകൾ കടിക്കുന്നൊരു ദിവസം വരാനുണ്ട്. അയാളൊന്ന് വിലപിക്കുകയാണ്, ഞാൻ പ്രവാചകന്റെ മാതൃക അനുധാവനം ചെയ്തിരുന്നുവെങ്കിൽ, പ്രവാചകനെ ഞാൻ പിൻപറ്റിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചോദിക്കുന്നത് ജീവിതം മുഴുക്കെ കയ്യിൽ നിന്ന് വിട്ടുപോയതിനു ശേഷമാണ്. യാ വൈലത്താലൈത്തനി, എൻ്റെ നാശമേ, ഞാൻ ആകാതിരുന്നുവെങ്കിൽ എത്തഹിദ് ഫുലാനൻ ഖലീല, ഇന്നയാളെ ഞാൻ എൻ്റെ കൂട്ടുകാരനാക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഒരാൾ വിലപിക്കുന്നൊരു വിലാപം ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ കണ്ണുകൾ ഉറപ്പിക്കേണ്ടതുണ്ട്. മക്കൾ എവിടെയാണ് പോകുന്നത്? എത്ര രക്ഷിതാക്കൾക്കറിയാം എൻ്റെ കൂടെ യാതൊരു ജോലിയും പഠനവുമില്ലാത്ത മക്കൾ ഈ പള്ളിയിൽ തന്നെ ഉണ്ട് എന്ന് പറയാൻ കഴിയുന്ന നിങ്ങൾ എത്ര പേർക്ക് സാധിക്കും? അതേപോലെ തന്നെ നല്ല കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവൻ എവിടെയായിരിക്കും അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമ്മിൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ആലോചിച്ച് നോക്കണം. എപ്പോഴാണ് നമ്മുടെ മക്കൾ വീട്ടിലേക്ക് വരുന്നത്? ഇന്ന സമയത്ത് വരുന്നുണ്ടോ? പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നു. അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും അത്ര വ്യാപകമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 9 മണിയോടുകൂടി എല്ലാ വീടുകളിലെയും വിളക്കുകൾ അണഞ്ഞിരുന്നു. ആ വിളക്കണയുമ്പോൾ എല്ലാവരും വീടുകളിൽ ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല, വ്യാപകമായ പ്രകാശമുണ്ട്, എവിടെയും പോകാം, ആരുമായും കൂടാം, എവിടെയും ഒത്തുകൂടാവുന്ന അവസ്ഥയും സാഹചര്യങ്ങളും സൗകര്യങ്ങളുമുണ്ട്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോവുകയാണ്. നോക്കൂ നിങ്ങൾ, മുഴുക്കുടിയനായ ഒരാളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, മുദമിനുൽ ഖംറു, മദ്യപാനിയായ മുഴുക്കുടിയനായ ഒരാൾ കആബിദ് വസൻ, വിഗ്രഹത്തെ ആരാധിക്കുന്നവനെ പോലെയാണ്. ബഹുദൈവ വിശ്വാസിയെ പോലെ മദ്യപാനത്തെ അള്ളാഹുവിൻ്റെ റസൂൽ തുലനം ചെയ്യുകയാണ്. ആ ഒരു അവസ്ഥ എത്രമേൽ ഭീതിജനകമാണ് നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മിൽ ആര് പെട്ടുപോയിട്ടുണ്ട്, ആരൊക്കെ ഇതിൻ്റെ ആളുകളായിട്ടുണ്ട് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളിൽ അത്രയും ഒരു ജാഗ്രത നമുക്കുണ്ടാകണം. സമൂഹത്തിൻ്റെ ജാഗ്രത എന്ന് പറയുന്നത് പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ പറയുന്നൊരു വർത്താനമുണ്ട്, നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഒരാലോചന വരുമ്പോൾ, കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ അല്പസ്വല്പമൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കും, അങ്ങനെ പറയാറുണ്ട്. ഒരു പിതാവ് എന്നോട് പറഞ്ഞൊരു വാക്ക്, അയാളുടെ മകൻ സിഗരറ്റ് വലിച്ചിരുന്നു, ഇപ്പം അവൻ തൗബ ചെയ്തു എന്നതാണ്. വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട സംസാരത്തിൽ വരൻ്റെ പിതാവ് എന്നോട് പറഞ്ഞ വാക്കാണ്, എൻ്റെ മകൻ മുമ്പ് സിഗരറ്റ് വലിച്ചിരുന്നു, ഇപ്പം അവൻ വലിക്കുന്നില്ല, അവൻ തൗബ ചെയ്തു മടങ്ങിയിട്ടുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി, ഒരു സിഗരറ്റ് വലിച്ചതിൻ്റെ പേരിൽ തൗബ ചെയ്യാൻ പറ്റിയൊരു പശ്ചാത്തലമുള്ള കുടുംബമോ അത്രമേൽ സൂക്ഷ്മാലുക്കളായിട്ടുള്ള ആളുകളോ. ഞാനതിൻ്റെ പിന്നാലെ കൂടി, വലിച്ചത് സിഗരറ്റല്ല എന്ന് പിന്നീട് മനസ്സിലായി. 1-ാം നമ്പറിൽ മയക്കുമരുന്നിൻ്റെ അടിമയായിരുന്ന കുട്ടി എന്ന് പിന്നീടാണ് തിരിച്ചറിയുന്നത്. അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറിയേണ്ടുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത് നമ്മുടെ സാമാന്യവൽക്കരണമാണ്. ആലോചനയിൽ നമ്മൾ പറയും, കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ എല്ലാത്തിലൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ മദ്യമുണ്ട്, മയക്കുമരുന്നുണ്ട്, എല്ലാം ഉണ്ട്. അതൊന്നും ഇല്ലാത്ത ഒരു പാര. രണ്ടാമത്തെ ചോദ്യം അങ്ങനെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇത് കഴിക്കുന്നവരാണ്
എന്ന രീതിയിലുള്ള ഒരു സംസാര രീതി സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പണ്ട് അങ്ങനെ ഉണ്ടായില്ല. നമ്മുടെ നാട്ടിലൊരു മദ്യപാനി ഉണ്ടായിരുന്നുവെങ്കിൽ 4 ആള് കാണുന്ന ഒരു സ്ഥലത്തും അയാൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അയാൾ സ്വയമേ കടന്നു വരാൻ മടിച്ചിരുന്നു. തൻ്റെ തെറ്റിനെ സംബന്ധിച്ച് അയാൾക്ക് ബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല മനുഷ്യന്മാർ കൂടുന്നിടത്തൊക്കെ അയാൾക്ക് വരാനൊരു തടസ്സമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയില്ല. എല്ലാവരും ഉപയോഗിക്കുന്നവരാണ് എന്ന ഇത്തരം കമൻറ്റുകൾ, അത്തരം തോന്നിവാസങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് കയറി വരാനുള്ള ഒരവസരമായി വരികയാണ്. അതുകൊണ്ട് എവിടെയും അവർക്ക് കടന്നു വരാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നതിന് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് പറയാൻ പാടില്ല. മദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ വൃത്തികളെയും അള്ളാഹു ശപിക്കുകയാണ്. ലാ യദ്ഖുൽ ജന്നത്ത സ്വാഹിബു ഖംസിൻ, 5 വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്ന ഹദീസിൽ ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ രേഖപ്പെടുത്തുകയാണ്. അതിലൊന്ന് മുദ്മിനുൽ ഖംർ, നിരന്തരമായി മദ്യസേവ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നതാണ്. തുടർന്ന് പറയുന്നത് വലാ മുഅ്മിനൻ ബിസ്സിഹർ, സിഹറിൽ വിശ്വസിക്കുന്നവൻ. അതേപോലെ തന്നെ വലാ ഖാത്തിഉർ റഹം, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ. അതേപോലെ തന്നെ വലാ കാഹിൻ, ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുന്നവൻ. വലാ മന്നാൻ, അതേപോലെ പൊങ്ങച്ചക്കാരനായ വ്യക്തികൾ. ഈ 5 വിഭാഗത്തെയും ചേർത്ത് പറഞ്ഞുകൊണ്ട് അവരൊന്നും ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രയാണ്. നമ്മൾ വളരെ താലോലിച്ച് നമ്മുടെ ഒരു മാതാപിതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസറ്റ് എന്ന് പറയുന്നത് അവരുണ്ടാക്കി പോകുന്ന വിലപിടിച്ച വീടോ വസ്തുവകകളോ അല്ല. എൻ്റെ ശേഷക്രിയകൾ എൻ്റെ മക്കൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നത് പോലെ എനിക്ക് വേണ്ടി എല്ലാ ദിവസവും അവർ പ്രാർത്ഥിക്കുമെന്ന് കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പ്രാർത്ഥനയുമില്ല, ശേഷക്രിയയുമില്ല, ഒന്നിനും പറ്റാത്ത ഒന്നായി നമ്മുടെ മക്കൾ മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടേച്ചു പോകുന്ന സ്വത്തുക്കളെല്ലാം നശിച്ചു പോകുന്നതിനേക്കാൾ ഭീകരമാണ് കാര്യം. ഇസ്ലാം അതിൻ്റെ എത്ര ജാഗ്രതയോടുകൂടി കണ്ടു എന്ന് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയണം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആര് അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവോ, ഫലാ യജ്ലിസു അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖംർ, മദ്യം വിളമ്പുന്ന സദസ്സിൽ അവൻ ഇരിക്കരുത് എന്നതാണ്. എന്നാലോചിച്ച് നോക്കാം, മദ്യം കുടിക്കരുത് എന്ന് മാത്രമല്ല, മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ പോലും ഇരിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട, അനുമതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ നമ്മുടെ മക്കളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പെട്ടുപോയ ആളുകളുണ്ട്. അവരുടെ മോചനം എന്ന് പറയുന്നത് ഡി അഡിക്ഷൻ സെൻ്ററുകളിലേക്ക് അവരെ കൃത്യമായി എത്തിക്കാനും അവരെ അവിടെ നിന്ന് പരിവർത്തനത്തിന് വിധേയമാക്കാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മദ്യം ഒഴുകിയ സ്ഥലത്തുകൂടെ ഒഴുകിപ്പോയ മദ്യത്തിൻ്റെ പിന്നാലെ പുല്ല് മുളച്ചത് ഞങ്ങളുടെ ഒട്ടകങ്ങൾ കഴിച്ചിട്ടുണ്ട്. ആ ഒട്ടകത്തിൻ്റെ മാംസം ഞങ്ങൾക്ക് കഴിക്കാമോ എന്നതായിരുന്നു പൂർവികരായ ആളുകളുടെ സംശയമെങ്കിൽ 8 ഇലക്കത്തേക്ക് അടുക്കാൻ പറ്റാത്ത വിധം മദ്യത്തിൻ്റെ പാത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത്, മദ്യം ഉപയോഗിച്ച കുപ്പികൾ നിങ്ങൾ ഉപയോഗിക്കരുത്. അതൊക്കെയുമാണ് നമ്മളുടെ ബോട്ടിൽ ആർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ ഷോക്കേസിലൊക്കെ അണിയിച്ചൊരുക്കി വയ്ക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ആ വസ്തുവിനോടും അത് വിളമ്പുന്ന പാത്രത്തോടും അത്തരമൊരു സംസ്കാരത്തോടും എത്രമേൽ പിന്തിരിഞ്ഞ് നടക്കേണ്ടവരാണ് നമ്മളെന്ന് കൃത്യമായ സൂചനയാണിതെല്ലാം. അതുകൊണ്ട് അത്രയും ഒരു ജാഗ്രത നമുക്കുണ്ടാകണം. പെട്ടുപോയ ആളുകളെ അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാനുള്ള എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളിലും നമ്മൾ മുമ്പിലുണ്ടാകണം. അങ്ങനെ ഈ സമൂഹത്തെ ഏറ്റവും വലിയ കൊടിയ പാദത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു ഉസീക്കും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ,
അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടെ ഉപദേശിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിനിർണായകമായ ഒരു സന്ദർഭമാണ് അവനവൻ്റെ വിവാഹം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഫളായിലുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കാണും. ഒന്ന്, അള്ളാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നായി ഈ വിവാഹത്തെ എടുത്തു പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ഇറങ്ങുന്ന ഒരു സന്ദർഭവും സദസ്സുമാണ് വിവാഹവേള എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രവാചകൻ്റെ ചര്യയിൽപ്പെട്ട, സുന്നത്തുകളിൽപ്പെട്ട മുഅക്കദായ ചര്യയിൽപ്പെട്ടതാണ് വിവാഹമെന്ന് പറയുന്നത്. വിവാഹത്തിൽ ഏർപ്പെടുന്ന വധൂവരന്മാർക്ക് ആശങ്കയുള്ളതുപോലെ വലിയ പ്രതീക്ഷകളും അവരുടെ മാതാപിതാക്കൾക്ക് വലിയ പ്രാർത്ഥനയും ഒക്കെയുമായിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സംഗതിയാണ്. ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ സലാസത്തുൻ ഹക്കുൻ അലല്ലാഹി ഔനഹും, 3 വിഭാഗം ആളുകളെ സഹായിക്കൽ അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് എന്ന് പറയുന്ന ഹദീസുണ്ട്. ആ ഹദീസിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് അന്നാക്കിഹ യുരീദുൽ അഫാഫ്, പവിത്രതയും മാന്യതയും ആഗ്രഹിച്ചുകൊണ്ട് വിവാഹത്തിൽ ഏർപ്പെടുന്ന വരനെയും വധുവിനെയും സഹായിക്കുക എന്നത് പടച്ചവൻ്റെ ബാധ്യതയായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുക. ഇതെന്തിന് എത്ര പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് വിവാഹം എന്ന് പറയുന്നത്. നമ്മളല്ലാത്ത സമൂഹങ്ങളും ഈ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റ് സമുദായങ്ങളുടെ വിവാഹങ്ങളിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് ആ വിവാഹവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ വളരെ സമാധാനപരവും ശാന്തതയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മുസ്ലിങ്ങൾ മാറിപ്പോയിട്ടില്ലേ? അത്ഭുതം തോന്നിപ്പോവുകയാണ്. നമ്മുടെ മലബാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത 1-2 വാർത്തകൾ നമ്മൾ പ്രത്യേകം അപഗ്രഥിക്കേണ്ടതുണ്ട്. മണിയറയിൽ കറങ്ങുന്ന ഫാനിൻ്റെ ചുട്ടിൽ മുളക് പൊടി വാരി വിതറി അതൊരു വലിയ സംഘർഷത്തിലേക്കായി വരനും വരൻ്റെ കൂട്ടനും വധുവിൻ്റെ ആളുകളും തമ്മിലടിച്ച് അനേകം ആളുകൾ ആശുപത്രിയിൽ അഡ്മിറ്റാകേണ്ട അവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ്. ഇതിനെ പേര് ചാർത്തി കൊടുക്കുന്നത് മുസ്ലിം കുടുംബമാണ്. തൊട്ടടുത്ത ദിവസം വന്ന വാർത്ത എന്ന് പറയുന്ന 24 ദിവസം കേവലം പ്രായമുള്ളൊരു കുട്ടി വരനെ സ്വീകരിക്കാൻ വേണ്ടി വധുവിൻ്റെ വീട്ടുകാർ പൊട്ടിച്ച ആ പടക്കത്തിൻ്റെ ഊക്ക് കൊണ്ട് ആ കുട്ടി ഫിക്സായി പോയി എന്നുള്ളതാണ്. ICUയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനു മുമ്പ് തന്നെ ബന്ധപ്പെട്ടവരോട് പറഞ്ഞു ഞങ്ങളിങ്ങനെ പൊട്ടിക്കല്ലേ എന്നൊക്കെ ഈ വീട്ടുകാർ പോയി പറഞ്ഞിട്ട് അതിന് പോലും മുഖവിലക്കെടുക്കാതെ വളരെ മോശമായ രീതിയിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? വരനെയും മറ്റുമൊക്കെ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടാൽ നമുക്കത് പറയാൻ പറ്റുമെന്ന് തോന്നിപ്പോകും. JCBയിൽ എടുത്തു കൊണ്ടുപോകണം. അതേപോലെ ഒരു ടീം കൊണ്ടുപോയത് ശവപ്പെട്ടിയിലാണ്. അതൊക്കെ ചുവന്നു കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ യുവാക്കൾ മാറിയിരിക്കുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാം ഏറ്റവും മോശക്കാരായ ആളുകളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറ ഹൂദിലെ 78-ാമത്തെ വചനം, അലൈസ മിൻകും റജുലുൻ റഷീദ്, ചൊവ്വുള്ളവൻ നിങ്ങളുടെ കൂടുതൽ ഒരാളെങ്കിലും ഇല്ലേ എന്നത്. ഇത്തരം തെമ്മാടികളുടെ കൈക്ക് പിടിക്കാൻ പറ്റുന്ന ഏതെങ്കിലും നല്ല നിലക്കുള്ള ഒരാൾ പോലും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന് ചോദിക്കുന്നത് അത്തരം സന്ദർഭങ്ങളിൽ വിശ്വാസമുള്ളവർ തിരിച്ചു ചോദിക്കേണ്ടതാണ്. സമൂഹ നേതൃത്വം, സാമൂഹിക നേതൃത്വം ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്തിനും കത്തുകൊടുക്കുന്നവരായി മാത്രം നമ്മുടെ മഹല്ല് കമ്മിറ്റികൾ അധപ്പതിക്കുകയാണ്. എന്താണ് ഈ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് പഠിക്കുന്നില്ല. വിവാഹം എന്ന് പറയുന്നത് പണക്കാരൻ്റെ പണവും പത്രാസും അവൻ്റെ തറവാടിൻ്റെ മേൽക്കോയ്മയും ആളുകളുടെ മുമ്പിൽ കാണിക്കാനുള്ള ഒരവസരമായി സമുദായം മാറിയിട്ടുണ്ട്. പണം ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആനിൽ എത്രയോ സുചിന്തിതമായിട്ടുള്ള വചനങ്ങളുണ്ട്. അതിലൊരു വചനം ഇങ്ങനെയാണ്. 4-ാമത്തെ അധ്യായം സൂറ നിസായിലെ 5-ാമത്തെ വചനം, വലാ തുഅ്തു സുഫഹാ അംവാലക്കും അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമൻ, നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമായി അള്ളാഹു ഏർപ്പെടുത്തിയ ധനത്തെ കാര്യബോധമില്ലാത്തവനെ നിങ്ങൾ ഏൽപ്പിക്കരുത്. കുരങ്ങിൻ്റെ കയ്യിലെ പൂമാല കണക്കെ അള്ളാഹു നൽകി മഹത്തായ അനുഗ്രഹത്തെ നിങ്ങൾ വിട്ടുകൊടുക്കരുത് എന്നും
വിശ്വാസികളോട് അല്ലാഹുവോട് പറയുന്നത്. നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടാകുമ്പോൾ മക്കൾ നമ്മളോട് പറയും, വേണ്ടപ്പെട്ടവർ പറയും, നാട്ടിലെ യുവാക്കൾ പറയും, അത് വേണം, ഇത് വേണം, മറ്റത് വേണം. അള്ളാഹുവിനെ ഭയമുള്ള നമ്മൾ, ഈ വചനങ്ങളൊക്കെ പഠിച്ച നമ്മൾ അത്തരം ഒരു പേക്കൂത്തിന് നിന്നു കൊടുക്കരുത് എന്നാണ് പറയുന്നത്. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറ ഇസ്രായേൽ 27-ാമത്തെ വചനം, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. പണം ദൂർത്തടിക്കുന്നവൻ പിശാചിന്റെ സഹോദരനാണ് എന്നതാണ്. എത്ര ഗൗരവമായിട്ടാണ് ഇതിനെയൊക്കെയും കാണുന്നത്. ആഭാസകരമായ ഒന്നായി, ഏറ്റവും ശോഭനമായ പവിത്രമായ വഖദ് അഖദന മിൻകും മീസാഖൻ ഗലീദ, അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങൾ ഏറ്റെടുക്കുന്നത് ബലിഷ്ഠമായിട്ടുള്ളൊരു കരാറാണ് എന്ന് അള്ളാഹു വിളിച്ചു പറഞ്ഞ അവൻ്റെ കിതാബിലൂടെ രേഖപ്പെടുത്തിയ ഏറ്റവും സുന്ദരമായ ബാറക്കല്ലാഹു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വേദിയെപ്പോലും ഇത്രയും മോശമാക്കുന്നുവെങ്കിൽ നമ്മളൊന്നും കണ്ണടച്ചിരുന്നുകൂടാ എന്ന് പറയുന്നത്. വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണ്? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പെൺമക്കളുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ച ആ ചെക്കനുമായി അനുസ്യൂതം ഇടപെടാനും യാത്ര പോകാനും അവർക്കിങ്ങനെ ആടിത്തിമർക്കാനും ഒക്കെയുള്ള അവകാശം ആരാണ് കൊടുത്തത്? അറിയേണ്ടതില്ലേ? അതിന് ചില പേരുകൾ കൊടുക്കുകയാണ്. ചില പാശ്ചാത്യൻ പേരുകളാകുമ്പോൾ, ആംഗലേയ ഭാഷയിലാകുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ രോമം യശർത്ത് നിൽക്കുകയാണ്. നമ്മളൊക്കെ എന്തോ ആയിന്ന് തോന്നുകയാണ്. ഒന്നും ആയിട്ടില്ല. നമ്മുടെ സാംസ്കാരിക പാരമ്പര്യവും വിശ്വാസവും ഇടിഞ്ഞു പൊടിഞ്ഞു വീഴുന്നതാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ മനസ്സിലാക്കാൻ വൈകിക്കൂടാ. എല്ലാ തോന്നിയാസങ്ങൾക്കും എല്ലാ ഫോട്ടോഷൂട്ടുകൾക്കുമൊക്കെയും നിന്നു കൊടുക്കുന്ന അവസ്ഥ. പടച്ചവൻ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ ആ ബന്ധം നടന്നുകൊള്ളുന്നില്ല. എന്തായിരിക്കും പിന്നീടുള്ള അവസ്ഥ ഉണ്ടാവുക നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മഹത്തായതും പരിപാവനത്വമുള്ളതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയായി കാണിച്ചു തന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സുന്നത്തും ചര്യയുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാര്യഗൗരവത്തോടുകൂടി വിവാഹത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ അത്തരത്തിലുള്ള ഓരോ അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നട്ടെല്ലുള്ള എല്ലാവരും തീരുമാനിക്കേണ്ട കാലമാണ്. ആ രീതിയിൽ നമുക്ക് നമ്മുടെ ദീനിനോട് ആഭിമുഖ്യമുള്ളവരായി വളരാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള എല്ലാ